പുകയിട്ട് ഉണങ്ങുന്ന പുളിയാണോ മെച്ചം, വെയിലത്തിട്ട് ഇണങ്ങുന്ന പുളിയാണോ മെച്ചം? ഒരു കാര്യം കൂടെ ചോദിക്കാം. പുളിയുടെ രസം പുകയിലാണെന്ന് പണ്ട് തൊട്ട് ആദ്യം കാലം തൊട്ട് കാരണവന്മാര് പറഞ്ഞിട്ടുണ്ട്. വെയിലത്തിട്ട് ഉണങ്ങിയാൽ ആ പുളിക്ക് പുകരസം കിട്ടും. ആവി കൊള്ളിച്ചിട്ട് വരുന്ന 2 ദിവസം കൊണ്ട് പുക പിടിക്കാറാവും. അന്നേരം നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കും. ഇരട്ടി പുളിയായിരിക്കും. ഇതേലാണ് ഇതിന്റെ സത്ത്. ഇതാ ഇതിന്റെ കാതലാണ്. എന്നാ ഡോമ പരിപാടി? ഞാനേ ഇച്ചിരി കൊടംപുളി ഉണങ്ങുന്ന പരിപാടിയാ. കൊടംപുളി ഇതാണ് നമുക്കൊക്കെ കണ്ടിട്ടുള്ളത്. കാരണം കൊടംപുളി നമുക്ക് നന്നായിട്ട് അറിയാം. കൊടംപുളി അറിയാത്തവരുണ്ട്. പുളിയെ ഈ കൊടംപുളിയായി പറയണമെങ്കിൽ ഇത് ഉണങ്ങി ഇതിന്റെ സംസ്കരണ രീതിയില്ലേ, സംസ്കരണ രീതി. അപ്പൊ ഇത് വെറും ഇങ്ങനെ തൊണ്ടോടുകൂടി നിൽക്കുന്ന ഒരു സാധനമല്ല. അപ്പൊ ഇവനെ ഏതെല്ലാം രീതിയിൽ ഇതിന്റെ പ്രക്രിയ നടത്തിയാണ് ഇവനെ ഉണങ്ങിയെടുക്കുക. അതായത് നമ്മളിത് പിറക്കി എടുക്കുന്നു. പുളിഞ്ഞ് അന്നേരം ഒന്ന് വാഷ് ചെയ്യും. ഒന്ന് വാഷ് ചെയ്ത് തുറന്നു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യും. നേരെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടിരുന്നാൽ ഇതിന്റെ അകത്ത് ഒരു സീഡുണ്ട്, ഒരു പൾപ്പുണ്ട്. ഒരു സീഡും പൾപ്പുമാണ്. എന്നാ കഴിച്ചു നോക്കിയോ, ടേസ്റ്റ് ഉണ്ടോ നോക്ക്. ചിലപ്പം ഒരു ചെറിയ മധുരം പുളിരസം ഉണ്ടല്ലോ. ഇത് പുളി കൂടുതലാ. ചിലതിന് ചെറിയ മധുരം വരുന്നുണ്ട്. ഇതിനുണ്ട്. ഇതിന് പുളി കൂടുതലാ. ഈ സീഡ് ഞാൻ എടുക്കുക. ഇതൊന്ന് കാണിച്ചു തരാം. ഈ സീഡ് എടുത്തിട്ട് ഇതിന്റെ 2 സീഡ് ഇതാ വന്നിരിക്കുന്നത്. ഇതിന്റെ അകത്ത് സാധാരണ റംബൂട്ടാന്റെ പോലെ ഈ മംഗോസ്റ്റിന്റെ പോലെയും പൾപ്പുണ്ട്. പിന്നെ സീഡും ഉണ്ട്, പൾപ്പുണ്ട്. ഇതാ ഒറിജിനല്. ഇത് കണ്ടോ? അത് ഭക്ഷണം കഴിക്കുവാണോ? ഇത് ചുമ്മാ രസമായിട്ട് കഴിക്കുന്നുള്ളൂ. ഇതതിന്റെ വിത്ത് ഉൽപാദനം നടക്കുന്ന. നല്ല പുളിയാ. അതിനകത്ത് മധുരമുള്ളതുണ്ട്. എന്നാൽ ഓരോ കായയുടെ വ്യത്യാസം, ഇത് കായയുടെ വ്യത്യാസങ്ങൾക്കുണ്ട്. ചെടിയുടെ പ്രകൃതി കൊണ്ട് നിൽക്കുന്ന അവസ്ഥ കാരണം എല്ലാം അതിലെ പുളിയുടെ അംശം കയറി ഇറങ്ങിയിരിക്കും. ചില പുളിക്ക് നമ്മള് നല്ല തുടമുള്ള പുളിയെന്നും നമ്മുടെ ഭാഷ പറയാം. തുടമുള്ള പുളി അല്ലെങ്കിൽ ഉറയുള്ള പുളി. തുടമുള്ള പുളിയെന്നും ഉറയുള്ള പുളിയെന്നും പുഷ്ടിയുള്ള പുളിയെന്നും. ഇത് തുടമുള്ള പുളി. ഇതൊക്കെ ഒരു തുടമുള്ള പുളി എന്ന് പറയും. തുടം എന്ന് പറയാൻ നല്ല പുഷ്ടിയുള്ള പുളി എന്നാണ് അർത്ഥം. ഉറയുള്ള പുളി എന്ന് പറയാം. ഇത് ഉറയുള്ള പുളിയാ. എന്നാൽ ഇത് നീളം പുളിയാ. ഇത് കണ്ടോ, ഇതിന്റെ ഷേപ്പ് നീളത്തിലായിരിക്കുന്നത്. ഇതിന്റെ ഇതൊരു ഏകദേശം റൗണ്ട് പുളിയാ. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. സീഡ് കണ്ടോ, നല്ല സീഡാ ഇത്. ഒരെണ്ണം എടുത്ത് കണ്ടോ, വരുന്ന കണ്ടോ? 1 3 3 6 ഉള്ളുണ്ട്. മധുരമുണ്ട്. ചോദിച്ചു നോക്കട്ടെ. മധുരമുണ്ടല്ലോ. ചെറിയ പുളിമധുരം ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നീളം കൂടുന്നതനുസരിച്ച് അതിന്റെ ഇതെല്ലാം പുളിയുടെ വേരിയേഷൻ. സീഡ് കൂടുന്നതല്ല, പുളിയുടെ പുളിരസം കുറയും കൂടുകയും ചെയ്തോണ്ടിരിക്കും. അല്ല, പുളിരസവും അതാണ് തുല്യമാവും. ഒന്ന്. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്, കേട്ടിട്ടുണ്ടോ? സംസ്കരണ രീതി പറഞ്ഞുകൊണ്ട് അതങ്ങ് പറഞ്ഞു നിർത്താം. ഈ സാധനം നമ്മൾ എടുത്തിട്ട് ഇതിങ്ങനെ നമ്മൾ കമത്തി ഇങ്ങനെ മുഴുവൻ പൊളിച്ച് ഇതുപോലെ കമത്തി എടുത്ത് നമ്മള് ഗ്യാസ് സ്റ്റൗവേൽ ഒന്ന് കൊള്ളിക്കും. ഗ്യാസ് സ്റ്റൗവേൽ ഒന്ന് വെച്ച് നമ്മൾ അത് കാണിക്കാം. പാട്ട വെച്ച് അതിൽ വെച്ചെടുക്കുന്നതിനകത്ത് 2 കാര്യമുണ്ട് പ്രധാനമായിട്ട്. ഒന്ന്, നമ്മൾ കത്തി കൊണ്ട് കണ്ടിക്കുമ്പോൾ, പുളി കത്തി കൊണ്ട് കണ്ടിക്കരുന്നൊരു ചൊല്ലുണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ? എന്താ ഇതിന് കാരണം? അങ്ങനെ ഇരുമ്പുമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം. ആ പ്രതിപ്രവർത്തനത്തില് ഇതിന്റെ രുചി അരുചിയായിട്ട് മാറുന്നു. അത് പറയാം. ഇത് കത്തി കൊണ്ട് നമ്മൾ കണ്ടിച്ചു കഴിയുമ്പോൾ ഇതിലൊരു ചെറിയ തോതിൽ ഒരു പുളി കത്തിയായിട്ട് പ്രവർത്തിച്ചിട്ട് ഒരു വിഷാംശം അതിനകത്ത് വരുന്നുണ്ട്. ആ വിഷാംശം വലിച്ച് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ മലർത്തിയാണ് വെയിലത്ത് വെക്കുന്നത്. ഇപ്പൊ വെയിലുള്ള സമയമാണ്. വെച്ച് കഴിഞ്ഞാൽ ഇത് ഉള്ളിലേക്ക് വലിയുള്ളൂ. അതേസമയം ഈ സാധനം നമ്മൾ കമത്തിയിട്ട് ഇപ്പോഴത്തെ പുളിയുടെ പുളിന്തൊണ്ടിന്റെ ഉള്ളിലേക്ക് വലിയും. അതായത് പയ്യല്ല, ഇത് കത്തി കൊണ്ട് കണ്ടിച്ചാലേ ഉള്ളൂ. ഇരുമ്പായിട്ട് കണ്ടിച്ചു കഴിഞ്ഞാൽ, അന്നേരം നമ്മൾ ചെയ്യേണ്ട, ഇരുമ്പ് ഉപയോഗിച്ച് കണ്ടിച്ചു കഴിഞ്ഞാൽ
നമ്മൾ ചെയ്യേണ്ട കാര്യം ഗ്യാസ് സ്റ്റവ് വെച്ച് പെട്ടെന്ന് ചൂടാക്കി ഇത് വേപ്പറൈസേഷൻ മുഖേന ഇത് കളയും. പെട്ടെന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം ഇതെന്ന നീരാവിയായിട്ട് പെട്ടെന്ന് അതിന്റെ വിഷാംശം ആവിയായിട്ട് പോകും. അങ്ങനെ ആവിയായിട്ട് വിഷാംശം ഉണ്ട് എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിവ് കിട്ടി? നിങ്ങളതെ പറ്റി ഞാൻ മനസ്സിലാക്കിയ രീതികളെ പറഞ്ഞുതരാം. അതായത് ഇത് പുളി ഞാൻ കട്ട് ചെയ്തോണ്ടിരിക്കുന്ന കത്തിയാ. ഈ കത്തിയല് ഇത് കണ്ടോ, കറുത്ത അരക്ക് പോലെ വന്നിരിക്കുന്നതുണ്ടോ? അരക്ക് പോലെ, ഇത് ചക്കരക്ക് പോലെ ഒരു കറുത്ത അരക്ക് വന്നിരിക്കുക. ഇതെല്ലാം അരക്ക. ഇത് ഈ അരക്കന് നമ്മുടെ താറ് പോലെ ഇരിക്കും സാധനം. ഈ സാധനം ഒരു ചെറിയ വിഷാംശം തന്നെയാ. ഈ സാധനം കത്തിയായിട്ട് പിടിച്ചു. പ്രധാനമായിട്ടും പറയാനുള്ള കാരണം കത്തി പോയി കിട്ടും. അന്ന് കത്തിക്കൊക്കെ വിലപിടിപ്പുള്ള സമയമാണല്ലോ. ഇരുമ്പുമായിട്ട് പ്രവർത്തിച്ച പുളി ഉള്ളത് കൊണ്ട് കത്തിയുടെ തോയ്പ് വാടി പോകുന്നതാണ് പ്രധാന കാരണം. കാരണം കത്തി പോവായിട്ട് അങ്ങനെ ചൊല്ലുണ്ടാക്കി വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഈ പുളിയുടെ ഇത് കീറുമ്പോൾ ആ പുളി രസത്തിൽ ഇരുമ്പിനെ ബാധിക്കുന്നു. ഇത് 1-2 പുളിയല്ലോ, അല്ല 10,000 10,000 പുളിയാ വരുന്നത്. അപ്പൊ ഒരു ദിവസം രാവിലെ തൊട്ട് ഈ കത്തി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് വൈകുന്നേരം വരെ ഇതിരുന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഇരുമ്പിലേക്ക് അങ്ങനെ ഇരുമ്പുമായിട്ട് ഫുൾ ടൈം ഇരുമ്പിൽ അല്ല ഈ പുളി മുങ്ങി നിൽക്കുക. അന്നേരം ഇരുമ്പിന് പ്രവർത്തനമായി വിഷാംശം ഉൽപ്പാദിപ്പിക്കണം. അത് പുളിയിലേക്ക് പകരും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അതിനെ ഇല്ലെന്നാക്കാനുള്ള മാർഗം എന്നാ വെച്ചാൽ നമ്മള് പെട്ടെന്ന് ഇങ്ങനെ മലത്തി വെച്ച് കഴിഞ്ഞാൽ വെയിലത്ത് സുഖമായിട്ട് ഉണങ്ങിയാലേ അല്ല, കത്തി വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ്. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് വേപ്പറൈസേഷൻ മുഖേന പെട്ടെന്ന് അങ്ങോട്ട് വലിച്ചു കിട്ടുകയല്ല. ഇതൊന്ന് ഗ്യാസിലോട്ട് ഈ തകിട് ചൂടായി കഴിഞ്ഞിട്ടാൽ തകിട് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇതിപ്പോ കാണിക്കാം ആവി പോലെ പെട്ടെന്ന് പറഞ്ഞു. ഒരു 2 മിനിറ്റ് നേരത്തെ കേസേ ഉള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പോപ്പര കയറ്റണം. പോപ്പര കയറ്റി ചൂടായി കഴിഞ്ഞിട്ടാൽ പൊക്കോളും. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന ഇത് ഉണങ്ങി ലാസ്റ്റ് വന്നു കഴിയുമ്പം ഈ പരുവത്തിലിരിക്കും. ഇത് ഇല്ലാതെ അന്നേരം വേറെ കാര്യ ഈ പുളി കണ്ടിട്ടെ കൊട്ടടയ്ക്കാ പുളി എന്ന് പറയും. അതുപോലെ ഉണങ്ങി വട്ട് കടിച്ചു. ഇത് നല്ലോണം ഉണങ്ങി വട്ട് കടിച്ചു. ഉണങ്ങി വരുന്നത് ഇത് ഉണങ്ങി വരുന്നു. ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇതുപോലെ കൊട്ടടയ്ക്കായിട്ട് ഈ പുളി ഉണങ്ങി വട്ട് കടിച്ചാല് എണ്ണ തിരുമ്മി വെക്കാറുണ്ട് എണ്ണ. കാരണം ഇവന് ഒരു മയം വരണം. അത് നമ്മൾ പൊറോട്ട ഒക്കെ കടകളിലുണ്ടാക്കി അടിച്ചു കൂട്ടിയാല് ആ അടിച്ചു കൂട്ടുന്ന രീതിയിൽ ഇങ്ങനെ പുളിക്കാം എണ്ണ തിരുമിയാച്ച് ഇങ്ങനെ ഞെക്കി കൂട്ടും. ഞെക്കി കൂട്ടുമ്പോ ഇനി 10 കിലോയ്ക്ക് 1 കിലോ എണ്ണ ചേർത്താൽ അത് 11-12 കിലോ വരെയാവും. എണ്ണ പുളിയേക്കാളും വില ആയിക്കോളും. അത് ഇതിനകത്ത് പറ. ഇനി വേറൊരു മാർഗമുണ്ട്. പുളി കത്തി ഇരുമ്പ് തുടരെന്ന് പറഞ്ഞ 2 കാര്യമാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഒന്ന്, കത്തി പോയി കിട്ടുന്നു. ആ കത്തി പിന്നീട് ഒരിക്കലും അത് കൊല്ലം കൊണ്ട് കാച്ചിച്ചാൽ പോലും തോയ്പ് ശരിയാകുകയില്ല. അത് അടർന്നടന്ന് പോവുള്ളൂ. കാരണം പുളിരസം കയറിയ സാധനമാണ്. അങ്ങനെ ഇരുമ്പുമായിട്ട് പ്രവർത്തനമുള്ള സംഭവമാണ്. അടുത്തത് ഇതിൻ്റെ അകത്ത് 1-2 എണ്ണത്തിന് കുഴപ്പമില്ല. പക്ഷെ തുടർച്ചയായിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാൽ ഇരുമ്പിന്റെ അംശം ഇതിൻ്റെ അകത്ത് തുരുമ്പിന്റെ അംശം ഇതിനകത്ത് വരുന്നുണ്ട്. അത് വിഷാംശമായിട്ട് വലിച്ചെടുക്കും. പുളി പെട്ടെന്ന് വിഷാംശം വലിച്ചെടുക്കുന്ന ഒരു സംഭവമാണ്. എന്നാൽ ഇത് തൊടാതിരിക്കാന് ഇങ്ങനെ ഒരു സംഭവം എടുക്കുക. അതായത് ഈർക്കിലി വട്ടം എടുത്തിട്ട് എടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് വലിക്കും. വലിക്കുമ്പോ രണ്ടായിട്ട് പൊളന്ന് കിട്ടും. പണ്ടുള്ള ആൾക്കാര് ഇപ്പോൾ അവർക്ക് ഈ കത്തിയുടെ ഇരുമ്പിന്റെ അപാകതകൾ അറിയാം. അവരൊന്നിലോ മൂർത്തിയുള്ള മരപ്പോളുകള്, കഷങ്ങള്, അല്ലെങ്കിൽ വള്ളികള് ഈ കൈമണ്ണ് വള്ളിയൊക്കെ ഉണ്ട് പൊളിച്ചെടുക്കുന്നത്. ആ വള്ളികൾ ഇങ്ങനെ അങ്ങനെ കൊണ്ട് ഊർത്തിയെടുക്കും. ഈർക്കിളിയാല് കൊടുത്തു വെക്കും. അതല്ല എങ്കിൽ ചരടുകളില് കയറിലൊക്കെ കോർത്ത് ചേരിന്റെ അടിയില് ഇങ്ങനെ ചേരിന് ഒരു 4 അടി വീതി കാണും. ചേരിന്റെ അടിയിൽ ഇങ്ങനെ വെള്ളുള്ളി ഏത് പോകും. അടുപ്പിലാ പുകയിടുന്നത്. പുളിയുടെ രസം എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം പുകയാണ്. ഇതിനകത്തെ ഒരു ഡെയിലി ഒരു 10-50 കായ ഉള്ളവർക്ക് അല്ലെങ്കിൽ വന്നവർക്ക് സീസൺ ടൈമിലുള്ളൂ അത് പറ്റും. അതേസമയം ഒരു മരത്തില് 10,000 കായ്ക്കുകയും ഒരു 200 പുളിയൊക്കെ ഡെയിലി വീഴുകയും ചെയ്യും. ഒരു സീസൺ ടൈമിലുള്ളത് വീഴും ചെയ്യുന്നവർക്ക് ഇത് പ്രാക്ടിക്കൽ അല്ല. അടുപ്പ് വേണം, പുക വേണം. ചെറുകിടക്കാർക്ക് ഇതെല്ലാം പറ്റും. ഇവിടെ സാറേ, ഈ പുളി പോലെ തന്നെ പുളിയുടെ സെയിം വർഗത്തിൽപ്പെട്ട സംഭവം നമുക്കുണ്ട്. ഇപ്പം ഭയങ്കര പ്രചാരം നേടിയിരിക്കുന്ന അതാണ് മംഗോസ്റ്റിൻ എന്ന് പറയുന്ന സംഭവം. ഇത്
ഇത് കണ്ടോ, ഇതും എല്ലാം ഒരു വർഗത്തിൽപ്പെട്ടതാ. അതായത് ഇതിങ്ങനെ തൊണ്ട് പൊളിച്ചെടുക്കുന്നു. തണ്ട് പൊളിച്ചെടുക്കുന്നു. ഇത് ഈ പുളിയും ഒരേ കുടുംബത്തിൽപ്പെട്ടതാണ്. ഒരേ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പുളി ഇങ്ങനെ വട്ടം കറക്കാം. ഇങ്ങനെ നമ്മൾ എടുക്കുക. ഇത് കണ്ടോ, ഇത് രണ്ടും ഉള്ള സാമ്യം കണ്ടോ? നിറവ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ല, നിറവ്യത്യാസം മാത്രമേ ഉള്ളൂ. 1 2 3 4 5 1 2 3 ഇത് 2 1 2 3 4 5 6 ഇവിടെ ഇത് 1 2 3 4 5 6 സെയിം സാധനം തന്നെ. 5 6 സീഡ് പുളിക്കകത്തും ഉണ്ടാവും, ഇതിനകത്തും ഉണ്ടാവും. ഇത് മങ്കോസിനകത്തും ഉണ്ട്. ഇതുണ്ട്. ഇതിനൊരു ചെറിയ മധുരം ഉണ്ടെന്നും ഇതിന് പുളിയുടെ ഇതാന്നും പുളിരസവും മധുരം ചേർന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത വേണമെങ്കിൽ ചേട്ടന് സങ്കല്പിക്കാം. ഒരുപോലെ തന്നെ പുളി പ്രധാനമായിട്ടും കൃഷി ചെയ്തു വരുന്ന നദീതടങ്ങളുടെയും ഈ ആറിന്റെ ഒക്കെ തീരത്താണ്, തോടിന്റെ ഒക്കെ തീരത്താണ് ഉണ്ടാകുന്നത്. വെള്ളത്തിന്റെ അംശം വളരെ കൂടുതലാണ്. പുറന്തോടെ നമ്മുടെ ഈ രാജ്യത്തെ പ്രദേശത്ത് ഉപയോഗിക്കുന്നത്. എന്നാൽ പുളിയുടെ പുറന്തോടെ അകത്തൊക്കെ കളഞ്ഞ് പുറന്തോടില്ല നമ്മൾ ഉണക്കി എടുക്കുന്നത്. അങ്ങനെയല്ല, കുടംപുളിയാണ്. സീഡ് കളയുകയും ചെയ്യുന്നു. നേരെ തിരിച്ച് നമ്മൾ സീഡ് ഉപയോഗിക്കുന്നു. എന്നാൽ വിദേശ രാജ്യങ്ങളില് ഈ പുറന്തോട് പൊടിച്ച് ഭക്ഷ്യവസ്തുവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് സംസ്കരണം നടത്തിയ അത് മങ്കോസിന്റെ. അതുപോലെ കൊക്കോടയുണ്ട്, ബിസ്ക്കറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ എന്ത് അകത്തെ മാത്രം ഉപയോഗിക്കുന്നു, മറ്റൊരു അകവും പുറവും ഒരു ഫ്രൂട്ട്സ് മൊത്തം ഉപയോഗിക്കുന്നു. ഇതും അതുപോലെ തന്നെ. ഇത് കണ്ടോ, കുടംപുള്ളിയുടെ തോടാൽ പുള്ളിയുടെ അംശം കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. ഈ സാധനത്തിന് തോട് നമുക്ക് മധുരം ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഇത് സംസ്കരണം നടത്തി, വിദേശ രാജ്യങ്ങളിൽ സംസ്കരണം നടത്തി ഇത് കൊക്കോയുടെ ഇങ്ങനെയുള്ള തൊണ്ടുകള്, ബിസ്ക്കറ്റ് അതുപോലുള്ള ഫുഡ് ഐറ്റംസ് ആയിട്ട് വൻതോതിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. മങ്കോസിൽ നിന്ന് ഭക്ഷ്യവിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിവിടെ ഒരു ഉൽപ്പാദനം കൃഷി ഉൽപ്പന്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് പകുതി പോലും നമ്മുടെ കുടംപുളിയിൽ നിന്ന് പുളിരസം അല്ലാതെ അതിന് മാത്രം കറികൾക്കോ അല്ലാതെ മറ്റേ വേറൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇതിപ്പം കുടംപുളി ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണക്കിയെടുത്ത് പക്വത നടത്തുന്നുള്ളൂ. ഈ മങ്കോസ്റ്റും കൂടാതെ ഇതിന്റെ വർഗത്തിൽപ്പെട്ട വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. എന്നാന്നറിയോ? രാജപുളി നമ്മുടെ ഈ പ്രദേശത്തൊന്നും ഇല്ല. കാരണം കർണാടക അതിർത്തികളിൽ അങ്ങനെയൊക്കെ ഉള്ളു. ഇങ്ങനെ വാളംപുള്ളിയുടെ ഒരു വകഭേദം പോലെ ഇങ്ങനെ ഈ കതിരപ്പയറിനൊക്കെ അതുപോലെ കിടക്കുക. പക്ഷെ അതിനുണ്ടല്ലോ, അതിന്റെ പുളിരസം എന്ന് പറയുന്ന നമ്മുടെ കുടംപുളിയേക്കാളും വാളംപുളിയേക്കാളും 50% ഇരട്ടിയാ. ഈ പുളി പൊട്ടിച്ച കുരുവല്ലേ, പുളിങ്കുരു എന്ന് പറയുന്നത് നമ്മൾ നാടൻ മാറ്റി. ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമോ കാര്യങ്ങളോ ഉണ്ടോ? ചേട്ടാ, ഇത് തീർന്നതല്ല. ഇവനെ ഇപ്പൊ ഞാൻ ഭാര്യ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലാക്കും. പ്ലാസ്റ്റിക് പാത്രത്തിനകത്ത് വെച്ചിരുന്നാൽ നേരെ ആയി കഴിയുമ്പം ഇതല്ല ഒരു 2 ദിവസമായി കഴിയുമ്പോഴത്തേനും പുളിച്ചിട്ട് ഇതിൽ നിന്നുള്ളൊരു ദ്രാവകം ഒഴുകി ഇത് പുളിയുണ്ട്. ഇത് ആ സമയമാകുമ്പോഴത്തേനും ഇന്ന് ഒരു 5 മിനിറ്റ് നേരം ഇവനെ ഞാൻ ഗ്യാസ് സ്റ്റവേ വെച്ച് പഴുപ്പിച്ച് ഇതല്ലേ ചൂട് വേപ്പറൈസ് ആവിയാക്കി കളഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പോപ്പര കയറ്റും. 2 ദിവസം പോപ്പര കയറി ആവിയായിട്ട് നമ്മള് ആവിയിൽ പുഴുങ്ങിയെടുക്കല്ലേ ചെയ്യുന്ന കേട്ടാ. അപ്പം പുഴുങ്ങുന്നല്ല, പുഴുങ്ങിയെടുക്കല്ല, ചൂടാക്കി ആവി കളയുന്നു. ആവി കളയുമ്പം ഈ ഇരുമ്പിന്റെ അംശം ഇതെന്ന് പോയി കിട്ടുന്നു. ഒന്ന്, രണ്ടാമത്തെ ജലാംശം പകുതി വലിഞ്ഞു പോകുന്നു. വെയിലത്ത് വെച്ചാൽ ഉള്ളിലേക്ക് വലിയും, കൂടുതലായിട്ട് ഉള്ളിലേക്ക് വരികയുള്ളൂ. ഒന്ന് ചൂടാക്കിയിട്ട് നമ്മള് എടുത്ത് രണ്ടാമത്തെ ദിവസം ഇത് വന്നു കഴിയുമ്പോ ഇതിന്റെ നീരുണ്ടല്ലോ, ആ സ്ലറി ആയിട്ട് വരുന്നേ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പൊ ഉണങ്ങിക്കഴിഞ്ഞ ഒരു മീഡിയം ഉണക്കായി കഴിയും. ഏകദേശം 2 ദിവസം കൊണ്ട് ഇത് നന്നായിട്ട് ഉണങ്ങും. ഇങ്ങനെ പുഴുങ്ങി ആവി കൊള്ളിച്ചിട്ട് വരുന്നതാണ് 2 ദിവസം കൊണ്ട് പുക പിടിക്കാറാവും. അന്നേരം നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കും. ഇരട്ടി പുളിയായിരിക്കും. ഇതേലാണ് ഇതിന്റെ സത്ത്. ഇതിന്റെ കാതലാണ്, ഇതിന്റെ സത്താണ്. സാധാരണ ഒരു 20 വർഷം 30 വർഷമായ ഒരു കുടംപുളി, അതുകൊണ്ട് ഒരു 5 സെന്റ് വിസ്തൃതിയിൽ വരുമല്ലോ ഒരു കുടംപുളി. അതിൽ നിന്ന് എന്നാ വരുമാനം അഥവാ ഈൽഡ്, എത്ര കാകള്, അങ്ങനെ ഒരു പുളിയിൽ നിന്ന് 1000 കാ കായ്ക്കുന്ന 12 കൊല്ലമുള്ളത് 1000 കാ കായ്ക്കുന്നു. 1000 കായയിൽ നിന്ന് നമുക്ക് ഒരു നിസ്സാരം ഒരു 40 കിലോ ഉണക്ക കൂട്ടിക്കോ. ഏറ്റവും കുറഞ്ഞുണ്ട്, ഏറ്റവും കുറഞ്ഞ 40 കിലോ ഉണക്ക 12,000 രൂപ ഉണ്ട്. 40 കിലോ വേണ്ട, 20 കിലോ 30 മൂരണ്ട് 6000 രൂപ ഒത്തു. ഒരു കൊച്ചു പുളിയെന്ന് കിട്ടുന്നതാണ് 6000 രൂപ. അതുപോലെ തന്നെ അതേ സ്പേസിൽ നിൽക്കുന്ന മങ്കോസ്റ്റിന് എന്നാ കിട്ടും എന്നുള്ളത് നിങ്ങൾ
നമ്മൾ കൂട്ടി നോക്കില്ല. ഇതിന്റെ ഒരു ചേട്ടൻപുള്ളിയും കൂടെ ഉണ്ട്, അറിയോ? പുളിവർഗത്തിൽപ്പെട്ട ഒരു ചേട്ടൻപുള്ളിയും കൂടെ ഉണ്ട്, രാജപുളി, മംഗോസ്റ്റിന്, ഈ കുടംപുളി. പക്ഷെ ഇതിന് പറയുന്നത് ജാതി എന്ന് പറയുന്ന സംഭവം. 10 ജാതിക്ക് ഒരു ആൺജാതി ആവശ്യമാണ്. ജാതിയുടെ ആൺജാതി ഇല്ലാത്തടത്ത തോട്ടത്തിൽ ഇതുപോലെ ഒരു പുളി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പരാഗണം നടന്നിരിക്കും. അപ്പൊ അവർ ഒരേ വർഗത്തിൽപ്പെട്ടതാണ്. ഒരു ജാതിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെക്കാൾ ഉപരി നമുക്ക് കുടംപുളിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. മധ്യകാലത്തിൽ ഏറ്റവും കൂടുതൽ ജാതി കൃഷിയുള്ള പ്രദേശം മൂവാറ്റുപുഴ വാഴക്കുളം ഏരിയയാണ്. വാഴക്കുളം, കാലടി, പെരുമ്പാവൂർ, കാലടി, പറ്റൂര, ആ ഏരിയ. അവിടെ 10 ജാതിക്ക, 15 ജാതിക്ക കുടംപുളി. ഈ കുടംപുളി എന്ന് പറഞ്ഞാൽ അത് വിത്തൗട്ട് കായ ഉള്ളതും ഇല്ലാത്തതും എങ്ങോട്ടാ പോകുന്നത്? ഇത് ഞാൻ ഇപ്പോൾ ഗ്യാസ് സ്റ്റവ് വെച്ച് ഗ്യാസ് സ്റ്റവ് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കും. ഗ്യാസ് സ്റ്റവിന്റെ മീഡിയം ഒന്ന് ചൂടാക്കി എടുക്കും. ചൂടാക്കി ആവി വറുത്തി കഴിയുമ്പോൾ നമുക്ക് സംഭവം അറിയാം. അത് കഴിഞ്ഞ് നമ്മള് ഇത് പ്ലാസ്റ്റിക്കിലോ വെക്കാളൂ. ഒരു പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഭരണി, ഒരു പ്രാവശ്യം ഇരുമ്പോ അലുമിനിയത്തിലും കൊണ്ട് ഇട്ടേക്കരുത്. ഇട്ട് കഴിഞ്ഞാൽ പോവും, വിഷമായിട്ട് മാറും. ഇതിപ്പം എടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് ചൂടാക്കും. ഞാൻ വീണ്ടും പറയുന്നു, അതിനകത്ത് വെയിലുണ്ട്. നമ്മൾ വെയിലത്തോട്ട് സാധാരണ ഇങ്ങനെയൊക്കെ മലർത്തിയിട്ട് കഴിഞ്ഞിട്ടാൽ സംഗതി ഓക്കെ, വലിഞ്ഞു പോവുള്ളൂ. പക്ഷെ അതിനേക്കാൾ ഉപരി പുളിയുടെ തുടം, അതായത് പുളിയുടെ ഉറ നിൽക്കുന്നതും ഇതേലാൽ ആ വിഷാംശം വലിച്ചു കളയുന്നതും, ഇത് കണ്ടോ ആവി കയറുന്ന കണ്ടോ, വിഷാംശം വലിച്ചു കളയുന്നതും ഈ ഒരു രീതിയിലൂടെ ചെയ്യുന്നതാണ്. ഇല്ലെങ്കിൽ ഒരുപാടുള്ളവർക്ക് ഇങ്ങനൊന്നും ചെയ്ത ഒരു 2-3 പറ്റിയല്ലാതെന്ന് തോന്നുന്നവർക്ക് പുകപ്പരയ്ക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പോപ്പരയിലോട്ട് അന്നേരം തന്നെ കയറ്റി കമത്തി അടുക്കി വെച്ചിട്ട് നല്ലോണം ചൂട് കൊടുത്ത് ഇവനെ വലിപ്പിച്ചെടുക്കാന്നൊരു കേസമുള്ളൂ. ഏകദേശം ഒരു അരമണിക്കൂർ, പൊളിച്ചൊരു 3/4 മണിക്കൂറിനകം കത്തി ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ, പരമാവധി അരമണിക്കൂർ പോലും വേണ്ട, പരമാവധി നേരത്തെ നമ്മളത് പോപ്പര കയറ്റുകയോ, പോപ്പര തിന്നിട്ടുന്ന ചൂടാക്കി എടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഗ്യാസ വെച്ച് പഠിപ്പിച്ചെടുക്കണം. എങ്കിലേ പുളിയുടെ ഉറ കൂടുതൽ നിൽക്കുകയുള്ളൂ, വിഷാംശം വലിഞ്ഞു പോകുള്ളൂ. പുളിയും കത്തി ഇരുമ്പുമായിട്ട് നല്ല പ്രവർത്തനമുണ്ട്. ആ കത്തി വരെ പോയിരിക്കും. അതിന്റെ പ്രധാനമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഈ സീഡിന്റെ അകത്ത് ഒരു മെഴുക് പോലെ സാധനം, ടാറ് പോലെ, ആ സാധനം നമ്മൾ ഈ വെച്ച് കഴിഞ്ഞിട്ടാൽ ടാറ് പോലെ ഈ ഇത് ഞാൻ സീഡ് നിന്നിട്ട് തന്നെയാണ് ചെറുതായിട്ട് കോണ്ടാക്ട് ചെയ്തത്. നല്ലവണ്ണം ഈ സാധനം വാ പോലും പൊളിക്കാൻ പറ്റില്ല, ആ രീതിയിൽ പല കറയായിട്ട് നിൽക്കും. ഇപ്പം മംഗോസ്റ്റിന്റെ അകത്തും ഇതുപോലെ തന്നെ സംഭവമുണ്ട്. ഇനി വേറൊരു കാര്യങ്ങളുണ്ട്. പുളി കഴിയുമെങ്കിൽ നമ്മള് നിലത്ത് കോണ്ടാക്ട് ചെയ്യാതെ കിട്ടുകയാണ് ഏറ്റവും നല്ല. മംഗോസ്റ്റിൻ പോലെ തന്നെ ഈ പുളിയും താഴെ വീണ് കഴിയുമ്പം അതിൻ്റെ അകത്തൊരു പുളിയുടെ മഞ്ഞ നിറം ഉണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്തൊരു സ്വർണ്ണ നിറത്തിൽ ഒരു ദ്രാവകം, അതായത് ഒരു ആസിഡാണത്, മംഗോസ്റ്റിനകത്തുള്ളതാണ്. അപ്പം പുളിയുടെ അത് ക്വാളിറ്റി കുറഞ്ഞു പോകുന്നുള്ളതാണ്. അതാണ് പിറ്റേ ദിവസമൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ചില പുളികളുടെയൊക്കെ മൂട്, അത് ഇതിനകത്ത് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഉള്ളതില് ഇതൊക്കെ അങ്ങനെ അതിന്റെ മൂടുകൾ ചതഞ്ഞു പോയിരിക്കുന്നതാണ്. ഇതുകൊണ്ട് ചതലു പാട് വന്നിരിക്കുന്നത്. അതേസമയം ഇത് ഒരു ചാക്ക വീണതാണത്, അവിടെ ഒരു കുഴപ്പമില്ല. ഇത് കണ്ടോ, ഇതേന്ന് പൊങ്ങുന്ന കണ്ടോ, നിമിഷം നേരം കൊണ്ട് ഇത് കൈ തൊടാൻ പറ്റിയല്ല, ഇത് ആയി കഴിഞ്ഞു. പോപ്പറയിലേക്ക് വെക്കുക. അയ്യോ നല്ല ചൂടാ, നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാ. ഇനി ഇത് കമത്തി കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്ന ഞാൻ എടുത്തു പോയതാണ്. ഉണ്ടോ, ഇതുകൊണ്ടോ തട്ടേന്ന് ആവി പറക്കുന്ന കണ്ടോ, കാണോ, തട്ടേന്ന് ആവി പറക്കുന്നത്. ആ രീതിയിൽ തട്ട് പഴുത്തു. നിമിഷ നേരം കൊണ്ട് ഇരുമ്പാകണം പഴുക്കും. അത് ഇരുമ്പാൽ പ്രതിപ്രവർത്തനം ഉണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് മാറ്റി നമ്മൾ ചെയ്യണം. ഇല്ലെങ്കിൽ ഗുണത്തക്കാർ നേരെ ദൂഷ്യം ചെയ്യും. പെട്ടെന്ന് പഴുപ്പിച്ചെടുക്കുക, അവിടെ ഇട്ട് ഉണക്കിക്കൊണ്ടിരിക്കരുത്. ഇതരട്ടി ചൂടായി, ഇപ്പൊ പുളി പഴുത്തു. ഇവനൊന്ന് അമ്മാവനൊന്ന് തീയിട്ട് പഴുത്തു വരുമ്പോഴത്തേനും ഒരു ദിവസം എടുക്കും. ആ ഒരു ചൂട് ഈ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതേലോട്ട് ഇതിപ്പോ ചൂടായിട്ട് നിൽക്കുക. ഇതേലോട്ട് അടി തീ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പം പോപ്പര അടച്ചു.
നമ്മളത് ഇനിയിപ്പോ തീയിടുകയാണ്. ഇപ്പൊ ഞാനിതിനകത്ത് പ്രധാനമായിട്ടും കൊടുക്കുന്ന ചകിരിയാണ്. ചകിരി കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. ചകിരിയ, ചൂട്ട്, ഇങ്ങനെയുള്ള ചിരട്ട, ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്താണ് ഏറ്റവും നല്ലത്. ഒരു കാരണവശാലും പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത്. പ്ലാസ്റ്റിക് ഉപയോഗിച്ച് കഴിഞ്ഞിരുന്നാൽ അതിന്റെ പുക ചെന്നാൽ കൊടും വിഷമായിട്ട് മാറും. കാരണം വെള്ളാംശം ഇപ്പോഴും അതേ നിൽക്കുകയാണ്. ജലാംശം നിൽക്കുന്നിടത്തോളം കാലം ആ പുക ഗ്രാസ്പ് ചെയ്യും. ഇത്ര ഒന്ന് ചൂടാക്കി ചെയ്യാമെങ്കിൽ 3 ദിവസത്തെ പുളിയുടെ ഉണക്കിന്റെ പുക പിടിക്കുന്ന രീതിയിലുള്ള ഉണക്കിനെ ലാഭിക്കാൻ പറ്റും. എളുപ്പം ഉണങ്ങി കിട്ടും, എളുപ്പം. ഇനി ഇങ്ങനെ നമ്മൾ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തേക്കും. ഇതെവിടെ ഇരുന്ന് തീ പിടിച്ച ചകിരിയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ചകിരി, ഉണക്കച്ചകിരി ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ചകിരിക്ക് തീ പിടിച്ച ഈ സംഭവം, ചകിരിയ, ചൂട്ട്, മടല്, ചിരട്ടയ, ഈ സാധനമാണ് പുളിക്ക് ഏറ്റവും നല്ല ജൈവ സാധനമായത് കാരണം തെങ്ങിന്റെ ജൈവ സാധനമാണ് അത് ഏറ്റവും നല്ല. ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ തീ പിടിക്കുന്ന രീതിയിലുള്ള മറ്റു കാര്യങ്ങളോ ഇടാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അത് വിഷം വലിച്ചെടുക്കും. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ള, നമ്മൾ പുളി വെയിലത്തോട്ട് കൊണ്ടുവന്ന് ഇടുന്നതിന് മുമ്പായിട്ട് കത്തിക്ക് കണ്ടിക്കാണ് എല്ലാവരും ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു തകിട വെച്ച് പെട്ടെന്ന് തന്നെ മലർത്തി വെച്ച് ഒന്ന് പഴുപ്പിച്ചെടുക്കുക. ആവിയിൽ പുഴുങ്ങെടുക്കല് തന്നെ ഒന്ന് പഴുപ്പിച്ചെടുക്കുക. പഴുപ്പിച്ചെടുത്ത് നമ്മൾ പോപ്പരെ കയറ്റുക, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇല്ലെങ്കിൽ പഴുപ്പിച്ചിട്ട് അതുപോലെ തന്നെ വെയിലത്ത് വെച്ച് ഉണങ്ങിക്കൊള്ളുക. വെയിലുള്ള സമയത്ത് വെയിലത്ത് വെച്ച് ഉണങ്ങിക്കൊള്ളുക. വെയിലത്ത് വെച്ച് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കൊരു 1 മണിക്കൂർ, അരമണിക്കൂർ നമ്മൾ അല്ല ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നമ്മളൊരു തകിട പഴുപ്പിച്ചെടുക്കുമ്പം നമുക്ക് 2 ദിവസത്തെ ലാഭം കിട്ടുകയാണ്. പുളി ഒരു കാരണവശാലും അഴുകി പോവുകയല്ല. ഈ പുകയിട്ടേക്കുന്നത് അടയ്ക്കുന്നില്ലേ? അത് അടയ്ക്കല. ഓക്സിജൻ കയറണ്ടേ? വായു സഞ്ചാരത്തിൽ മാത്രം. അതെ, ഓക്സിജൻ കയറി. ഇവിടുന്ന് ഓക്സിജൻ കയറിയിട്ട് ഇത് ഇവൻ അകത്ത് ചൂളയാ. ഈ ചൂളക്കകത്തോട്ട് കയറി ചെല്ലുക. അതടക്കിയല്ല. ഈ പുകയെല്ലാം പുറത്തോട്ട് പോകണം. പുക പുറത്തോട്ടല്ല പോകുന്നത്, പുക അകത്തോട്ട് വലിക്കും. അകത്തോട്ട് വലിക്കും. ഇതാണ്ട് തീ പിടിക്കാൻ തുടങ്ങി. ഇത് ഇനി നന്നായിട്ട് അകത്തോട്ട് കത്തി അങ്ങോട്ട് പോവുള്ളത്. ഇപ്പൊ ഇത് ഉള്ളിലോട്ട് വലിഞ്ഞു പോവുക. ഇത് തീ പിടിച്ചു ഉള്ളിലോട്ട് വലിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടാൽ ഇനി കറക്റ്റ് കയറി പോക്കോളൂ. പുകയിട്ട് ഉണങ്ങുന്ന പുളിയാണോ മെച്ചം, വെയിലത്തിട്ട് ഇണങ്ങുന്ന പുളിയാണോ മെച്ചം? ഒരു കാര്യം കൂടെ ചോദിക്കാം. പുളിയുടെ രസം പുകയിലാണെന്ന് പണ്ട് തൊട്ട് ആദ്യകാലം തൊട്ട് കാരണവന്മാര് പറഞ്ഞിട്ടുണ്ട്. വെയിലത്തിട്ട് ഉണങ്ങിയാൽ ആ പുളിക്ക് പുകരസം കിട്ടുകയല്ല. ചേട്ടാ, പുളി എപ്പോഴും പുകപ്പരയിട്ട് ഉണങ്ങുകയാണ് ഏറ്റവും നല്ലത്. അതിന് ഉറയെന്ന് പറഞ്ഞ സംഭവം കൂടുതലായിരിക്കും, കേട് കൂടാതെ ഇരിക്കും. പുളിക്ക് ഇങ്ങനെയുള്ള പുളിക്ക് മാത്രം പുളിരസം ഉള്ളത് കൊണ്ട് ഈ പുളിക്ക് മാത്രം വെയിലത്തിട്ട് ഉണങ്ങുന്നതിനേക്കാളും എന്നാൽ കപ്പ വെയിലത്തിട്ട് ഉണങ്ങാണ് ഏറ്റവും നല്ലത്. കപ്പ ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന. പുളിയെ സംബന്ധിച്ചുള്ള പുളി പുകയത്ത് തന്നെ വേണം. അതിന്റെ വ്യത്യാസം പുളിയിൽ സ്റ്റാർച്ച് ഇല്ല, കപ്പയിൽ സ്റ്റാർച്ച് ഉണ്ട്. ഇനി വേറെ കാര്യങ്ങൾ ഞാൻ പറയാം. ബിസിനസ് വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ റബ്ബർ കർഷകർക്കെല്ലാം അറിയാം. വെയിലത്തിട്ട് ഉണക്കിയ ഈ സാധനം വെയിലത്തിട്ട് ഉണക്കി നല്ലോണം ജലാംശം വലിച്ചു കളഞ്ഞു. ഈ സാധനം കൊണ്ടുപോയി കൊടുത്താൽ മാർക്കറ്റില്ല. എന്തുകൊണ്ടാ പുകയിട്ടിട്ട് ആ കളറിൽ വരുന്ന ഷീറ്റിന് വില കൂടുതല് മാറുന്നുണ്ട്. രണ്ടിനകത്തും ജലാംശം വലിക്കുന്നുണ്ടല്ലോ. പക്ഷെ പുകയിട്ട ഷീറ്റിനാണ് ക്ലാരിറ്റിയില്ല, മാർക്കറ്റ് കൂടുതലും അതാണ് ഉപയോഗിക്കുന്നത്. വല്ല ആവശ്യമുണ്ടോ? കാരണം ഇത് ടയറിന് ഉപയോഗിക്കുന്നു. പക്ഷെ അതുപോലെ തന്നെ ചില കൃഷിയിൽ ചില കാര്യങ്ങൾക്ക് പുക അത്യാവശ്യം തന്നെയാണ്. ഇത് എന്നാ കാർബൺ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞ ചകിരി പുകയ്ക്കുന്നവരെ ചകിരിയുടെ ഉൽപ്പന്നങ്ങള്, ചകിരി, ചിരട്ട, കൊതുമ്പ്, ഇങ്ങനെയുള്ള ചൂട്ട്, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് മാത്രമേ പുകയ്ക്കാവുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.